അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും നമ്മുടെ ഈ ജീവിതത്തിൽ ചെയ്യുന്ന അമലുകൾ ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടുന്നതായി മാറട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാം ഓരോരുത്തരും സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. പലപ്പോഴും പല കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ സങ്കടങ്ങളും വിഷമങ്ങളും നിറഞ്ഞതായി മാറാറുണ്ട്. നാം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ലഭിക്കാതെ പോകുന്നു. നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ധാരാളം ദിക്റുകളും സലാത്തുകളും ഒക്കെ ചെല്ലുന്നവരാണ് നാം. എന്നാലും പല സാഹചര്യങ്ങളിൽ നമുക്കതൊന്നും ലഭിക്കാതെ പോകുന്നു. നല്ല ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട് നമുക്ക് ചുറ്റും. എന്നാൽ അവർ പഠിച്ചു കഴിഞ്ഞിട്ട് അവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് അവരുടെ കുടുംബത്തിന് താങ്ങാവാനായിട്ട് അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് എത്താൻ സാധിക്കാതെ വിഷമിക്കുന്ന എത്രയോ ചെറുപ്പക്കാരും സഹോദരിമാരും നമുക്ക് ചുറ്റിനുമുണ്ട്. നല്ലൊരു വീട് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട് നമുക്ക് ചുറ്റും. എന്നാൽ അവരാഗ്രഹിക്കുന്ന ആ രീതിയിൽ അവർക്കൊരു നല്ലൊരു വീടുണ്ടാക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. വിവാഹപ്രായമായ സഹോദരി സഹോദരന്മാർ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹ ബന്ധം അവർക്ക് കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ഭാര്യയും ഭർത്താക്കന്മാരും നമുക്ക് ചുറ്റിനും നമുക്ക് കാണാൻ സാധിക്കും. വിവാഹം കഴിഞ്ഞിട്ടും കുടുംബജീവിതത്തിൽ പല കാരണങ്ങളാൽ വിഷമം അനുഭവിക്കുന്ന എത്രയോ ഭാര്യയും ഭർത്താവും ഉണ്ട്. അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട്. പലപ്പോഴും വിവാഹ ജീവിതത്തിൽ അവരുടെ ആ കുടുംബത്തിൽ തന്നെ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന എത്രയോ സഹോദരിമാരുണ്ട്. നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. ഇത്തരത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് നമ്മളിൽ ഏറെ ആളുകളും. ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ. നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞ് കുളിച്ച് ശുദ്ധിയായി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുക. നമ്മുടെ ആഗ്രഹം എന്താണോ അത് നിറവേറിക്കിട്ടാൻ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. നിസ്കരിക്കേണ്ട രീതി പറഞ്ഞുതരാം. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയ ശേഷം 10 തവണ സൂറത്തുൽ കാഫിറൂൻ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയ ശേഷം 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. നിസ്കരിച്ച് സലാം വീട്ടിയ ശേഷം വീണ്ടും ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ കിടന്നുകൊണ്ട് ഞാൻ സ്ക്രീനിൽ ഒരു ദുആ കൊടുക്കുന്നുണ്ട്, ആ ദുആ കൂടി 10 തവണ ചെയ്യുക. ശേഷം നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എന്താണോ അത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വെള്ളിയാഴ്ച രാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹു നടത്തി തരുമാറാകട്ടെ. ആമീൻ.